ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞങ്ങളിന്ന് ഒരു യാത്ര പോവുകയാണ്. തിരുവൈരാണിക്കുളത്ത് അമ്പലത്തിലേക്കാണ് പോകുന്നത്. അവിടെ പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. പോകുന്ന വഴിക്ക് ഞങ്ങൾ വേറെ അമ്പലങ്ങളിലൊക്കെ കയറുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളെല്ലാം കാണിച്ചു തരാം. അപ്പോൾ ഞങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. അമ്പലത്തിൽ നിന്നാണ് പോകുന്നത്. അപ്പോൾ കൂട്ടുകാരെ, ഞാൻ പോയിട്ട് വരട്ടെ. കാഴ്ചകളെല്ലാം കാണാൻ നിങ്ങളെയും കൂടെ കൂട്ടുകയാണ്. എല്ലാവരും കൂടെ പോന്നോളൂ. അങ്ങനെ ഞങ്ങൾ ക്ഷേത്രത്തിലെത്തി. കരിമ്പുംകോണം ദേവി ക്ഷേത്രമാണ്. അമ്പലത്തിൽ നിന്നാണ് ഞങ്ങൾ യാത്ര പോകുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇവിടെ ഓരോ ആൾക്കാരും വന്നു തുടങ്ങി. ഞാനും എൻ്റെ മോളും എൻ്റെ സഹോദരനും കൂടെ ആയിട്ടാണ് ഇവരുടെ കൂടെ പോയത്. അപ്പോൾ എന്നെ ഇവിടെ അമ്പലത്തിൻ്റെ ഇവിടെ കൊണ്ടുവിട്ടിട്ട് എൻ്റെ സഹോദരൻ എൻ്റെ മോളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോയേക്കുവാണേ. അപ്പോൾ നമ്മുടെ ബസ്സൊക്കെ വന്നിട്ടുണ്ട്. ആൾക്കാർ വന്നുകൊണ്ടേയിരിക്കുന്നു. 2 ബസ്സിലാണ് ഞങ്ങൾ പോയത്. ഏകദേശം 100 പേരോളം ഉണ്ടായിരുന്നു. പുലർച്ചെ 1:30 മണിയൊക്കെ ആകുമ്പോൾ ഇവിടെ എത്തണമെന്നാണ് പറഞ്ഞിരുന്നത്. ഇവിടുന്ന് യാത്ര തിരിക്കുന്നത് എല്ലാവരും എത്തിക്കഴിഞ്ഞിട്ടല്ലേ പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞങ്ങളൊരു 3 മണി 3:30 ആയെന്ന് തോന്നുന്നു അവിടുന്ന് തിരിച്ചപ്പോൾ. എല്ലാവരെയും വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. ഓരോരുത്തരായിട്ട് ഇതാ വന്നുകൊണ്ടിരിക്കുന്നു. എല്ലാവരും ബസ്സിൽ കയറി സീറ്റ് പിടിക്കുന്നതിൻ്റെ തിരക്കിലൊക്കെയാണ്. ഞങ്ങൾക്ക് ഏറ്റവും ബാക്കിലത്തെ സീറ്റാണ് കിട്ടിയത്. അപ്പം ഞങ്ങളും സീറ്റൊക്കെ പിടിച്ചങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു 3:30 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പുലർച്ചെ 3:30 മണിയാണേ. അങ്ങനെ ബസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഞങ്ങൾ നേരെ പോയത് കൊല്ലത്താണെന്ന് തോന്നുന്നു. കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോയി. പക്ഷെ അവിടെ എനിക്ക് വീഡിയോ ഒന്നും പിടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അവിടെ നിന്ന് ഞങ്ങൾ നേരെ വന്ന് ഓച്ചിറ അമ്പലത്തിലാണ്. ഒരു 6 മണി സമയത്താണ് ഞങ്ങളവിടെ എത്തിയത്. ഇത് കണ്ടോ, അവിടുത്തെ ഓരോ കാഴ്ചകളാണ്. കാളയുടെ പുറത്ത് ഇങ്ങനത്തെ ബിംബമൊക്കെ വെച്ച് കെട്ടിയിട്ട് ഇതിൽ വരുന്നവരൊക്കെ പൈസ ഇട്ട് തൊഴുതു പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ നേരെ അമ്പലത്തിലേക്ക് പോയി. അവിടെ ചെന്ന് തൊഴുതു പ്രാർത്ഥിച്ചു തിരികെ ഇതാ വരുന്നുണ്ട്. നല്ല രസമായിരുന്നു. രാവിലെ വെയിലൊന്നും ഇല്ലല്ലോ, നേരെ വെളുത്ത് വരുന്നതല്ലേ ഉള്ളൂ. ഒരു 6:30 മണി സമയത്തൊക്കെയാണ്. അവിടെ കുറേ ഇങ്ങനെ നടന്ന് തൊഴാൻ വേണ്ടിയിട്ട് കുറേ പ്രതിഷ്ഠകളൊക്കെ ഉണ്ട്. അവിടെ എല്ലാം പോയി തൊഴുതു പ്രാർത്ഥിച്ചു. ഓരോ സ്ഥലത്തും ഇങ്ങനെ കാളെ കൊണ്ടുവന്ന് ഇങ്ങനെ കെട്ടി അതിൻ്റെ പുറത്ത് ബിംബമൊക്കെ വെച്ച് കെട്ടി ഇങ്ങനെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ വരുന്നവരെല്ലാവരും അതിൽ പൈസയിട്ട് തൊഴുതു പോകുന്നതാണ് അവിടുത്തെ ഒരു കാഴ്ച. ഇതുണ്ടോ, ഇങ്ങനെ ഓരോ സൈഡിലും ആൾക്കാരിങ്ങനെ കാളയെ കൊണ്ട് നിർത്തിയിരിക്കും.
ഇതൊക്കെ കാണാൻ നല്ല രസമായിരുന്നു. ഇത് കണ്ടോ, സൂര്യൻ ഉദിച്ചു വരുന്ന ആ ഒരു ഭംഗി കണ്ടോ? ഭയങ്കര രസമായിരുന്നു അവിടുത്തെ ആ ഒരു കാഴ്ച കാണാനായിട്ട്, സൂര്യൻ ഉദിച്ചു വരുന്ന ഒരു കാഴ്ച കാണാനായിട്ട്. അങ്ങനെ എല്ലാവരും പോയി തൊഴുതിട്ട് അങ്ങനെ കുറേ പേര് ഇങ്ങോട്ട് വരുന്നുണ്ട്, കുറേ പേര് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി. പിന്നെ ഇനി എല്ലാവരെയും വന്നതിന് ശേഷമേ ഞങ്ങൾക്ക് പോകാൻ പറ്റത്തുള്ളൂ. 100ഓളം ആൾക്കാരുണ്ടായിരുന്നു. ഞങ്ങളുടെ ബസ് കിടന്ന സ്ഥലത്തോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണേ. ഞങ്ങളുടെ ബസ് 2 ബസ്സിലാണ് വന്നതെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ. അപ്പം ബസ്സിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. എല്ലാവരും ബസ്സിൽ കയറുന്നുണ്ട്. കുറച്ച് പേരൊക്കെ പുറത്തൊക്കെ നിന്ന് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ട്. ഇതാണ് ഓച്ചിറ അമ്പലത്തിൻ്റെ മുന്നിലെ ഭാഗമാണ് കാണുന്നത്. ഇവരെല്ലാവരും മറ്റുള്ള ആൾക്കാരെയും നോക്കി നിൽക്കുകയാണ്. കുറേ പേര് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി, അവരെ കാത്ത് നിൽക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾ വന്നത് ഹരിപ്പാട് അമ്പലത്തിലാണേ. ഹരിപ്പാട് അമ്പലത്തിൽ കയറി തൊഴുതു എല്ലാവരും പുറത്തേക്ക് വന്നു. ഇനി ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അത് നമ്മുടെ അമ്പലത്തിൽ നിന്ന് തന്നെയാണ് ഭക്ഷണമെല്ലാം കൊണ്ടുവന്നത്. അപ്പോൾ അവിടുത്തെ ഒരു സ്ഥലത്താണ് ഞങ്ങൾക്ക് കഴിക്കാനുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരുന്നത്. അമ്പലത്തിനകത്ത് തന്നെ എല്ലാവരും ക്യൂ ആയിട്ട് നിന്ന് അതൊക്കെ വാങ്ങി കഴിച്ചു. ഇത് ഹരിപ്പാട് അമ്പലത്തിലെ കുളമാണ് കാണുന്നത് കേട്ടോ. രാവിലെയും കൂടെ ആയപ്പോൾ ഭയങ്കര രസമുള്ളൊരു കാഴ്ചയായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇത് ഏത് അമ്പലമാണെന്ന് എനിക്കറിയാം. ഇതാണ് ഞങ്ങളുടെ മണ്ണാർശാല അമ്പലം. നേരെ ഞങ്ങൾ പോയത് മണ്ണാർശാല അമ്പലത്തിലേക്കായിരുന്നു. ഹരിപ്പാട് മുരുകൻ ക്ഷേത്രത്തിൽ കയറിയതിന് ശേഷം ഞങ്ങൾ പോയത് മണ്ണാർശാല അമ്പലത്തിലാണ്. അവിടെ അടുത്താണ് മണ്ണാർശാല അമ്പലം വരുന്നത്. അപ്പോൾ അവിടെ പോയി തൊഴുതു പ്രാർത്ഥിച്ചു. അമ്പലത്തിൽ ഏത് അമ്പലത്തിൽ പോയാലും പോയി വരുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണല്ലേ. ഒരു മനസ്സിന് ഭയങ്കര ഒരു സന്തോഷമൊക്കെ തോന്നുന്ന ഒരു കാര്യമാണ് അമ്പലത്തിൽ പോയി ഇറങ്ങുമ്പോൾ. അത് അമ്പലത്തിൽ നിന്ന് മാത്രമല്ല, ഏത് ആരാധനാലയത്തിൽ പോയാലും നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ് അനുഭവപ്പെടുന്നത്. അവിടെ ഞങ്ങൾ വീണ്ടും നമ്മുടെ ബസ്സിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ആ നടന്നു വരുന്ന സമയത്ത് കണ്ട കാഴ്ചകളാണ്. അവിടെ കുറച്ചിങ്ങനെ കടകളൊക്കെ ഉണ്ട്, സാധനങ്ങളൊക്കെ വാങ്ങാനുള്ള കടകളാണിത്. അങ്ങനെ ഞങ്ങളുടെ ബസ് കുറച്ച് അകലെയാണ് പാർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ മറ്റുള്ളവരൊക്കെ വരുന്നതൊക്കെ നോക്കി നമ്മൾ നിൽക്കുകയാണ്. രാവിലെ ആയതുകൊണ്ട് വലിയ വെയിലും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല.
ഞങ്ങളുടെ ബസ് കുറച്ച് അകലെയാണ് പാർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ ബസ് വരുന്നതും കാത്ത് എല്ലാവരും ഇങ്ങനെ കാത്തു നിൽക്കുവാണേ. ഇവരെല്ലാവരും ഞങ്ങളുടെ നാട്ടുകാരാണ്. ഞങ്ങളുടെ അമ്പല കമ്മിറ്റിയിലുള്ള ആൾക്കാരും കുറേ പേരുണ്ട് ഇതിൽ. കുട്ടികളെല്ലാം ഭയങ്കര സന്തോഷത്തിലാണ്. യാത്രകളെന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമല്ലേ. പക്ഷേ നല്ലൊരു യാത്രയായിരുന്നു. നല്ല മനസ്സിന് സന്തോഷം കിട്ടിയ ഒരു യാത്രയായിരുന്നു. എല്ലാ ആൾക്കാരും നല്ല സഹകരണവും, നമ്മുടെ കൂടെ വന്നവരെല്ലാവരും എല്ലാവരെയും കെയർ ചെയ്ത് കൊണ്ടുപോകുന്നതൊക്കെ ഭയങ്കരമായിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടു. ഞാനിങ്ങനെ ഓരോരുത്തരെയും പോയി തിരഞ്ഞു പിടിച്ച് വീഡിയോ പിടിക്കുവാണ്. എല്ലാവരും അമ്പലത്തിൽ നിന്ന് തൊഴുതിറങ്ങിയപ്പോൾ അവർക്കെല്ലാവർക്കും ഭയങ്കര സന്തോഷമുണ്ട്. ഇതെൻ്റെ കൂട്ടുകാരി പ്രിയയുടെ ചേച്ചിയും മോളുമാണ്. ചേച്ചിയുടെ അടുത്ത് ഞാൻ അങ്ങോട്ട് പറഞ്ഞ് പരിചയപ്പെടുത്തുമായിരുന്നു. ചേച്ചിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഇങ്ങനെ പ്രിയയുടെ കൂട്ടുകാരിയാണെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. എല്ലാവരും ഭയങ്കര ചർച്ചകളിലൊക്കെയാണ് മുഴുകി നിൽക്കുന്നത്. ഇങ്ങനെ ഓരോ ആൾക്കാരെയും ഞാൻ ഇങ്ങനെ വീഡിയോ പിടിച്ച് നടക്കുമായിരുന്നേ. ബസ് വരുന്നതും കാത്ത് ഞങ്ങളൊരു അരമണിക്കൂറോളം അവിടെ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു. ഇപ്പോൾ ഞങ്ങൾ ആലുവയിലെത്തി കേട്ടോ. ആലുവയിൽ വന്നിട്ടാണ് ഞങ്ങൾ ഉച്ചയ്ക്കുള്ള ഭക്ഷണം കഴിക്കുന്നത്. ആലുവ ശിവക്ഷേത്രത്തിൻ്റെ ആ ഭാഗത്താണ് ഞങ്ങൾ ബസ് പാർക്ക് ചെയ്തതും ഭക്ഷണം കഴിച്ചതുമൊക്കെ. എല്ലാവരും ക്യൂ നിന്നാണ് ഭക്ഷണം വാങ്ങാൻ നിൽക്കുന്നത്. നല്ല രസമുള്ള സ്ഥലങ്ങളായിരുന്നു. ഞങ്ങൾ കഴിച്ച ഭക്ഷണമാണിത് കേട്ടോ. ചോറ്, പിന്നെന്താ മോര് കറി, പിന്നെന്താ തീയൽ, അച്ചാർ, മെഴുക്ക് പുരട്ടി, ഇങ്ങനെയുള്ള കറികളൊക്കെ വെച്ചിട്ട് നല്ല ഒരു ഊണായിരുന്നു. ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക് ഈ കറികളൊക്കെ.
അതാ ഞാൻ പറഞ്ഞില്ലേ, യാത്രയിൽ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട യാത്ര, നല്ല സുഖകരമായ യാത്രയായിരുന്നു. അതുപോലെ തന്നെ ഭക്ഷണം തന്നത് നല്ലതായിരുന്നു. എല്ലാം കൊണ്ടും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ പ്രകൃതി ഭംഗി നിങ്ങളൊന്ന് ആസ്വദിച്ച് നോക്കൂ, എന്ത് രസമുണ്ടെന്ന് നോക്കൂ. അങ്ങനെ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് കുറേ പേര് അവിടെ ഇങ്ങനെ ഓരോ കാഴ്ചകളൊക്കെ കാണാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് പോയി. പിന്നെ അവരെയും പ്രതീക്ഷിച്ചാണ് ബാക്കിയുള്ളവർ നിൽക്കുന്നത്. അപ്പോഴും ഞാൻ അവിടെ എല്ലാം ഇങ്ങനെ കറങ്ങി നടന്ന് വീഡിയോ ഒക്കെ പിടിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് വെയിലുണ്ടായിരുന്നു. അതാണ് ഞാൻ ഇങ്ങനെ തൊപ്പിയൊക്കെ വെച്ച് നടക്കുന്നത്. എനിക്ക് ഒരു 2 ആഴ്ചയ്ക്ക് മുന്നേ ഭയങ്കര ജലദോഷവും തൊണ്ടവേദനയും ആകെ പ്രശ്നമൊക്കെ ആയിരുന്നില്ലേ. അപ്പോൾ വെയിൽ കൊണ്ടാൽ ശരിയാകത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ തൊപ്പിയൊക്കെ വെച്ച് നടക്കുന്നത്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും നിന്നിങ്ങനെ ഫോട്ടോയൊക്കെ എടുക്കുവാണേ. വീണ്ടും ഞങ്ങൾ ബസ്സിലേക്ക് കയറി നേരെ തിരുവൈരാണിക്കുളത്ത് അമ്പലത്തിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ നമ്മൾ അമ്പലത്തിലെത്തിക്കഴിഞ്ഞു. ഇനി എല്ലാവരും അമ്പലത്തിലേക്ക് പോവുകയാണ്. നല്ല തിരക്കുണ്ടായിരുന്നു അമ്പലത്തിൽ. ഇപ്പം ഞങ്ങളെല്ലാവരും കുറച്ച് പേരായിട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് എല്ലാവരും ഇങ്ങനെ ക്യൂ നിന്ന് പോകുന്നതാണ്. ക്യൂ നിന്ന് പോകുന്നുണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ ആൾക്കാർക്ക്, ദാഹിക്കുന്നവർക്ക് വെള്ളം കുടിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആർക്കും ഒരു ക്ഷീണമോ തളർച്ചയോ ഒന്നും തോന്നിയില്ല. ഞാൻ പറഞ്ഞില്ലേ, എല്ലാവരും ഭയങ്കര സന്തോഷത്തിലായിരുന്നു. ഇവിടുത്തെ ഫാനും ഉണ്ടോ, നമുക്ക് എല്ലാ വർഷവും ഇങ്ങനെ വീണ്ടും വീണ്ടും പോകണമെന്നേ തോന്നത്തുള്ളൂ.
തിരക്കും പ്രശ്നമൊന്നും നമുക്ക് തോന്നത്തില്ല. ഭയങ്കര സന്തോഷമായിരിക്കും. അങ്ങനെ ഓരോരുത്തരായിട്ട് ക്യൂവിലൂടെ ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. നൂറിൽ കൂടുതൽ ആൾക്കാരുണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ. അത്രയും പേരെയും ഇങ്ങനെ നയിച്ചു കൊണ്ട് പോകുന്നു എന്നൊക്കെ പറയുന്നത് ഇത്രയും തിരക്കിൻ്റെ ഇടയിൽ അതൊരു വലിയ ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ കൂടെ വന്ന് ഞങ്ങളിങ്ങനെ കെയർ ചെയ്ത് കൊണ്ടുപോയ ആൾക്കാരൊക്കെ നല്ല ക്ഷമയും സ്നേഹവും ഉള്ള ആൾക്കാരായിരുന്നു. അതാണ് വേണ്ടത്. എല്ലാവരും ഓടി 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 വരുമെന്ന് പറഞ്ഞപ്പോൾ വേഗം വരികയാണ് ആൾക്കാർ കേട്ടോ. അപ്പം ഞങ്ങളെല്ലാം വേഗം വേഗം നടന്നു പോവാനേ. അവിടെ നിന്ന് നമുക്ക് നേർച്ചയ്ക്ക് വേണ്ടി, അതായത് താലി, പുടവ, മഞ്ഞൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അമ്പലത്തിൽ വാങ്ങി വെക്കാനുള്ള കൗണ്ടറായിരുന്നു അത്. പിന്നെ ഞങ്ങൾ അമ്പലത്തിൽ തൊഴുത് പ്രാർത്ഥിച്ച് പുറത്തിറങ്ങി. പുറത്തുള്ള കാഴ്ചയാണ് നിങ്ങളീ കാണുന്നത്. പിന്നെ ഞങ്ങളെല്ലാവരും നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ വാങ്ങി ചായയൊക്കെ കുടിച്ചു. ഐസ്ക്രീം കഴിക്കുന്നവർ ഐസ്ക്രീം കഴിച്ചു. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങളുടെ ബസ് കിടക്കുന്നിടത്തോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത്. മറ്റുള്ള ആൾക്കാരില്ല, ഞങ്ങളുടെ കൂടെ വന്നവരെ നോക്കിയാണ് ഞങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ ബസ്സിനടുത്തേക്ക് എല്ലാവരും നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെല്ലാവരും ബസ്സിൽ കയറി സീറ്റ് പിടിച്ചു. ഇനി ഞങ്ങൾ നേരെ നാട്ടിലേക്കാണ് പോകുന്നത്. പോകുന്ന വഴിക്ക് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അമ്പലത്തിൽ നിന്ന് വന്നവർ ബസ്സിൽ കയറി സീറ്റ് പിടിക്കുന്നതിൻ്റെയൊക്കെ ഒരു തിരക്കിലാണ്. ഇപ്പോൾ ഞങ്ങൾ വന്നത് ഫുഡ് കഴിക്കാനാണ്. രാത്രി ഒരു 7:30-8 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നു. ഓരോരുത്തരും അവർക്ക് ഇഷ്ടമുള്ളതൊക്കെയാണ് കഴിച്ചത്. ഞാൻ ചപ്പാത്തിയാണ് കഴിച്ചത്. ഫുഡും നല്ലതായിരുന്നു, നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. ആനന്ദഭവൻ ഹോട്ടലിലാണ് ഞങ്ങൾ കയറിയത് കേട്ടോ. അപ്പോൾ എല്ലാവരും
കഴിച്ചു. കുറേ പേര് വരാനുണ്ടായിരുന്നു, അവരെയൊക്കെ വെയിറ്റ് ചെയ്താണ് നിൽക്കുന്നത്. ഇതാണ് ഞങ്ങളുടെ ബസ്. എല്ലാവരും ബസ്സിൽ കയറി. ഇപ്പോൾ ഒരു 9 മണി, രാത്രി 9 മണി സമയമൊക്കെ ആയി, 9-9:30 സമയമൊക്കെ ആയി. ഇനി എല്ലാവരും സീറ്റെല്ലാം പിടിച്ച് ഇരിക്കുന്നുണ്ട്. അടുത്തെല്ലാവരും ഉറങ്ങാനുള്ളൊരു തയ്യാറെടുപ്പിലാണ്. കാരണം ഇനി ഞങ്ങളുടെ ബസ് വന്ന് ഞങ്ങളുടെ അമ്പലത്തിൻ്റെ അവിടെ നിർത്തത്തുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇരുന്ന് ഉറങ്ങുകയോ സിനിമ കാണുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാമായിരുന്നു. കുറേ പേരിരുന്ന് ഉറങ്ങി, കുറേ പേര് സിനിമയൊക്കെ കണ്ടു. ഞാൻ നല്ല ഉറക്കമായിരുന്നു, എനിക്ക് ഭയങ്കര ക്ഷീണം തോന്നി. അപ്പം ഞാൻ നന്നായിട്ടങ്ങ് ഉറങ്ങി. ചിലരെല്ലാം ബസ്സിൽ കയറിയ സമയത്തേ ഉറങ്ങാൻ തുടങ്ങി. ഇനി രാത്രി ഒരു 9:30 ആ സമയമല്ലേ. അപ്പം പിന്നെ ഇനി ഒരിടത്തും ഞങ്ങൾ ഇറങ്ങുന്നുണ്ടായിരുന്നില്ല. അപ്പം നേരെ ഇനി നാട്ടിലേക്കായിരുന്നു യാത്ര. അപ്പോൾ എല്ലാവരും വന്നത് സീറ്റിലിരുന്ന് കഴിഞ്ഞു. ബസ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. ഇപ്പോൾ ഞങ്ങളുടെ നാട്ടിലെത്തി. ഞങ്ങളുടെ അമ്പലത്തിൻ്റെ അവിടെ ബസ് നിർത്തിയിട്ടുണ്ട്. എല്ലാവരും പുറത്തേക്ക് ഇറങ്ങുന്നതിൻ്റെ തിരക്കിലാണ്. ഇത്രയും യാത്ര ചെയ്ത് വന്നതല്ലേ, എല്ലാവർക്കും ഒന്ന് വേഗം പുറത്തിറങ്ങി വീട്ടിലെത്തിയാൽ മതി എന്നൊക്കെ ഉള്ളൊരു തിരക്കിലാണ്. പുലർച്ചെ ഒരു 1:30-2 മണി സമയത്താണ് ഞങ്ങൾ വന്നിറങ്ങിയത്. അപ്പോൾ എൻ്റെ സഹോദരൻ എൻ്റെ മോളെ വീട്ടിൽ കൊണ്ടുവിടാനായിട്ട് പോയി. അത് കഴിഞ്ഞിട്ട് വേണം എന്നെ കൊണ്ടുപോകാനായിട്ട്. അങ്ങനെ എൻ്റെ സഹോദരൻ വരുന്നതും കാത്ത് ഞാൻ അവിടെ ഇങ്ങനെ വീഡിയോ ഒക്കെ പിടിച്ച് നടക്കുമായിരുന്നു. നല്ലൊരു യാത്രയായിരുന്നു, ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു. ഇനിയും ഇതുപോലുള്ള യാത്രകളിൽ പങ്കെടുക്കണമെന്നാണ് ആഗ്രഹം. അപ്പോൾ എൻ്റെ കൂട്ടുകാരെ, എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളിത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കൂ. എൻ്റെ ചക്കര മുത്തുമണികളെ, സബ്സ്ക്രൈബ് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും, എൻ്റെ എല്ലാ ചക്കര മുത്തുമണികൾക്കും ടാറ്റാ, ബൈ ബൈ.